അല്ല ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്തെന്ന്? അല്ല ഇന്നലെ പച്ചക്കറി വാങ്ങണമെന്ന് വിചാരിച്ച് മറന്നുപോയി, വാങ്ങിച്ചില്ല. ഇനിയിപ്പോ ഇന്ന് വാങ്ങിക്കണം. അതിന്ന് അച്ഛൻ വരുമല്ലേ. അച്ഛൻ വരണ്ടാ? ഓ വിളിച്ചാ? ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എപ്പോ വരുമെന്ന് പറഞ്ഞു? രാവിലെ ഒരു 10 മണിയാകുമ്പോ വരുമെന്ന് പറഞ്ഞു. ഒന്നും കഴിക്കാതെ വരുള്ളൂ. വീട്ടിലെ ഭക്ഷണം കഴിക്കാനാണല്ലോ അച്ഛന് ഇഷ്ടം. ഞാൻ വിചാരിച്ചു ഇന്നലെ പോയിട്ട് അച്ഛൻ രാത്രി തന്നെ വരുമെന്ന്. വരാനിരുന്നതാണ്. അവിടെ ഈ പാലായില്ലേ, പാലായിലായിരുന്നു പണി. അവിടുന്ന് നേരെ പാലായിന്ന് നേരെ ഏറ്റുമാനൂർ വന്നു എഞ്ചിനീയറിന്റെ കൂടെ. എഞ്ചിനീയറിന്റെ തറവാട് അവിടെയാണ്. അപ്പൊ അവിടെ കയറിയപ്പോ പിന്നെ ഇന്നലെ പോക്ക് നടന്നില്ല. അല്ല ഇന്നലെ വരവ് നടന്നില്ല, അവിടെ തങ്ങിന്ന്. മിക്കവാറും അച്ഛൻ അവിടുത്തെ കുടുംബക്കാരൊക്കെ കയ്യിലെടുത്ത് കാണും, അതുകൊണ്ടായിരിക്കും വരാഞ്ഞത്. അത് ഉറപ്പാണല്ലോ, അതുകൊണ്ടായിരിക്കും വരാൻ പറ്റാഞ്ഞത്. അല്ല അച്ഛന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞ പോലെ ഇന്നലെ വന്നില്ല അല്ലേ? അച്ഛനെ എഞ്ചിനീയറിനെ അവിടെ ട്രാപ്പായി കാണും കേട്ടോ. ട്രാപ്പൊന്നും അല്ല, അച്ഛന്റെ എഞ്ചിനീയർ സാറുണ്ടല്ലോ, പുള്ളിയുടെ കുടുംബ വീടുണ്ട് അവിടെ. എന്താണ് സ്ഥലത്തിന്റെ പേര്? ഏറ്റുമാനൂർ. ഏറ്റുമാനൂര്, അവിടെയായിരുന്നു സ്റ്റേ ചെയ്യുന്നത്. ഫോൺ അച്ഛൻ. ബാലുവേ, ഇപ്പൊ ഇറങ്ങുമെന്നാ? ഇറങ്ങിക്കോ. 1.5 മണിക്കൂർ യാത്ര ഉണ്ടെന്നാ? 1.5 മണിക്കൂർ യാത്രയുണ്ട്, എത്തിക്കോ. ഓ അത് ശരി. ഫുഡ് ഇവിടെ വന്നിട്ടല്ലേ കഴിക്കുള്ളൂ? ലച്ചുനയില്ല? കൊടുക്ക. പറയാ ഇഡ്ഡലി സാമ്പാറുവാ? എന്റെ അച്ഛൻ ഇങ്ങോട്ടല്ലേ അച്ഛൻ വരുന്നേ? അച്ഛൻ വാ. മുടിയൻ ചേട്ടനും ശിവയും കേശും ഒക്കെ ഇവിടെ ഉണ്ട്. വേറെ എന്ത് വിശേഷം? അച്ഛൻ ഇങ്ങോട്ടല്ലേ അച്ഛൻ വരണേ? അച്ഛൻ സംസാരിച്ച് സമയം കടന്നു കൊണ്ട് വരാൻ നോക്കച്ചാ. ശരി. എന്തൊക്കെ അറിയണം, ഇങ്ങോട്ടല്ലേ അച്ഛൻ വരണേ? അച്ഛൻ വരണതാണ് ഏറ്റവും വലിയ വിശേഷം. അച്ഛനൊന്ന് ഇഡ്ഡലിയും സാമ്പാറൊക്കെ പറയണ്ടായല്ല. ഫുഡിന്റെ കാര്യം പറഞ്ഞ പോലെ അച്ഛൻ ഇവിടെ വന്നിട്ടേ ഫുഡ് കഴിക്കുള്ളൂ. അവിടെ നിന്ന് കുറച്ച് കഴിച്ചിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് മിക്കവാറും അവിടെ നിന്ന് കഴിച്ചിട്ടേ വരുള്ളൂ. കുറച്ച് ഗോതമ്പ് പൊടി ഇരിപ്പുണ്ട്, നമുക്ക് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയാലോ? അത് പൊളിക്കും കേട്ടാ. ഗോതമ്പ് പുട്ടും തലേദിവസം മീൻകറിയും പപ്പടവും. ആഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവന്റെ സ്വഭാവം അറിയണ്ട. ഇനിയിപ്പോ അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഗൗരവവും ദേഷ്യവും ഒക്കെ ആയിരിക്കും. അതെപ്പോഴും പതിവാണല്ലോ. എന്റെ അടുത്ത് ഒറ്റയ്ക്കൊന്നും കളിക്കല് പറഞ്ഞിട്ടില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ആർക്കെങ്ങനെ ഉണ്ടായിരുന്നു? അല്ല അച്ഛനിപ്പോ എഞ്ചിനീയറുടെ കുടുംബ വീട്ടിലൊക്കെ പോയതല്ലേ, അപ്പൊ അവിടുത്തെ ചുറ്റുപാടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് 1-2 ദിവസം കൊണ്ട് പറഞ്ഞു തീരാനുള്ള അല്ലടേ. പിന്നെ അത് തന്നെ എനിക്ക് ഇപ്പൊ ജോലി പറഞ്ഞോണ്ടിരിക്കുക. അടിച്ചു പൊളിച്ചല്ലേ? അടിച്ചു പൊളിച്ചെന്നാടാ. എടാ ഈ പ്രയോജനയിടയില് നീ ഒരു പ്രാവശ്യം അച്ഛൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാടാ. അതെങ്ങനെ? കൂട്ടുകാരെ പോലെ പോലല്ലേ, ഒരു ബഹുമാനമില്ല. അമ്മ നമ്മൾ അടുക്കളയിൽ വെച്ച് സംസാരിച്ച പോലെ തന്നെ വന്നു ബഹളവും തുടങ്ങി. പിന്നെ എങ്ങനെയുണ്ട് ആശാനെ മറ്റേ നമ്മളെ എഞ്ചിനീയറിന്റെ വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ? എഞ്ചിനീയറുടെ അച്ഛനും അമ്മയൊക്കെ നല്ല തങ്കക്കൊട പോലെ ഇരിക്കുന്നു. നിന്നെ കൂടെ കൊണ്ട് നിർത്തണം. ഇത്തിരി സ്നേഹമാണ്, ഇത്തിരി ആൾക്കാരുടെ, ഇത്തിരി ബഹുമാനടാ. ഞാൻ എൻ്റെ കുടുംബത്തെ പറ്റി പറഞ്ഞപ്പോണ്ടല്ലോ ഒരു അന്തപ്പെട്ടു, അതിശയിച്ചു പോയി. നേരിട്ടൊന്ന് വന്ന് കാണണം, പറയാം. അത് ഇവിടെ അല്ല, നിന്റെ അമ്മയെ നിങ്ങളെ പറ്റി അല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ കുടുംബത്തെ, എൻ്റെ അമ്മച്ചനെ പറ്റി, എൻ്റെ സൗകര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. രാവിലെ എന്ത് എഞ്ചിനീയറിന്റെ വീട്ടിൽ നിന്ന് ഇഞ്ചിയും കടിച്ചാണോ പോകുന്നത്? വന്നപ്പോ തുടങ്ങി തുള്ളല്. അത് നല്ല ശാന്തി സമാധാനമുള്ള കുടുംബത്തിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഇവിടെ നിന്നെ കണ്ടപ്പോണ്ടല്ലോ ദേഷ്യം വരെയാണ്. ഇടി നിന്റെയൊക്കെ വാക്കിലോ പ്രവൃത്തിയിലോ ഒരു സ്നേഹം ഉണ്ടടി, കരുതലുണ്ടടി. വാക്കിലില്ല, പക്ഷെ പ്രവൃത്തിയിലുണ്ട്. അത് നിന്റെ അഭിനയം മാത്രം. നിനക്ക് കേൾക്കണ? പ്രത്യേകിച്ച് നീയാണ് കേൾക്കേണ്ട. എഞ്ചിനീയറുടെ വീട്ടിൽ എഞ്ചിനീയറുടെ അച്ഛനും അമ്മയുണ്ട്, കൂടാതെ എഞ്ചിനീയറുടെ അനിയനും എഞ്ചിനീയറുടെ ഭാര്യയും മക്കളും ഉണ്ട്. പിന്നെ ഭാര്യയുടെ അച്ഛനും അമ്മയോടെ വന്നിട്ടുണ്ട്. അവരെ നീലേശ്വരത്താണ്. അവർ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്ത് എഞ്ചിനീയറുടെ അനിയൻ അവരവിടെ കൊണ്ട് താമസിപ്പിച്ചൊക്കെയാണ്. എഞ്ചിനീയറുടെ അനിയൻ്റെ ഭാര്യയാണെങ്കിലോ എന്ത് കാര്യമായിട്ടെന്നറിയാമോ? എഞ്ചിനീയറുടെ അനിയൻ്റെ ഭാര്യയെ അച്ഛനും അമ്മ നോക്കണ കാര്യമല്ല, നന്നായിട്ടാണ് എഞ്ചിനീയറുടെ അമ്മ അച്ഛനെ നോക്കണത്. ഇതൊരു കുടുംബം, ഇതൊരു ബഹുമാനം, ഇതൊരു കെയറിങ്. നീലുവേ അതൊന്ന് കാണണം. ഞാനെന്തിനു വല്ലവരുടെയും കുടുംബത്തിൽ പോയി അവരെങ്ങനെയാ ജീവിക്കണെന്ന് കാണേണ്ട ആവശ്യം? നാട്ടിൽ എന്തോരം ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ജീവിക്കണേ. ഞാൻ എൻ്റെ കുടുംബത്തിലെ കാര്യം നോക്കിയാൽ പോരെ? എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും ഒക്കെ എങ്ങനെ ജീവിക്കണമെന്ന് നോക്കിയാൽ പോരെ? നീ ഇത് പറയും.
എടി നിന്റെ വീട്ടിൽ ഞാൻ വന്നു നിന്നാലോ പിള്ളേർ വന്നു നിന്നാലോ നിനക്ക് പിടിക്കൂല അപ്പം അവിടെ നിന്ന് ഇറങ്ങണം. എൻ്റെ വീട്ടിൽ ഇത് തന്നെ അവസ്ഥ. ഞാനും പിള്ളേരും ചെന്ന് നീ നിന്നാൽ അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങണം. നിനക്ക് നീ സ്വാർത്ഥമതിയാണ്, ആരോട് പ്രത്യേകിച്ച് സ്നേഹമില്ല. നിന്നെ കണ്ടാണ് പിള്ളേർ പഠിച്ചത്. പിള്ളേർക്കും ഇതുപോലെ തന്നെ നിന്നെ പോലെ തന്നെ ആരോടും സ്നേഹമില്ല. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനൊക്കെ ഒരു ഭാഗ്യം വേണം. ആ എഞ്ചിനീയറുടെ മക്കളും എഞ്ചിനീയറുടെ അനിയൻ്റെ മക്കളും എന്തൊരു സ്നേഹത്തോടെ എന്തൊരു വിനയോടെ. അച്ഛൻ അവിടെ ഒരു ദിവസമല്ലേ നിന്നുള്ളൂ, ഒരു 5-6 ദിവസം അവിടെ നിൽക്ക്. അപ്പം മനസ്സിലാവും അനിയന്റെ ഭാര്യയുടെ സ്വഭാവവും മക്കളുടെ സ്വഭാവം എല്ലാം. ലച്ചു, നിന്റെ ഈ അസൂയ പിടിച്ചുള്ള വർത്താനം ഉണ്ടല്ലോ, അത് നിർത്തണം കേട്ടാ. ഇത് മൊത്തം ഉള്ളിൽ പടമാണ്. ഒരു സ്നേഹം ആരോടും ഒരു സ്നേഹമില്ല. അച്ഛാ അങ്ങനെ പറയല്ലോ അച്ഛാ. നമ്മൾ അച്ഛനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അത് വെറുതെയാണ് കേട്ടാ. എടാ നിനക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ? ഇന്ന് മൊത്തം എഞ്ചിനീയറേയും എഞ്ചിനീയറുടെ ഭാര്യനെയും മക്കളെയും കുടുംബക്കാരെയും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. നമുക്ക് നമ്മളെ കാര്യം നോക്കാം. നമ്മൾ നിന്ന് കൊടുത്താൽ ഇതേപോലെ നമുക്ക് നമ്മളെ ഉള്ള സമയം കളഞ്ഞു തരും. ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ അതന്നെ. അല്ലെങ്കിൽ എണ്ണത്തിൽ കൂടി പ്രസവിച്ച ഇങ്ങനെ ബുദ്ധി മനസ്സിലാവുന്നില്ല.